ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ടീച്ചറെ പരീക്ഷയെ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് നേരിടാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വന്നത് കേട്ടോ. അപ്പോൾ ശ്രുതി ടീച്ചറാണ്, മലയാളമാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണു. പരീക്ഷ എത്തിപ്പോയില്ലേ, ആ സമയത്താണ് നമ്മൾ പരീക്ഷാ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടം. അതുകൊണ്ട് തന്നെ ഇന്നൊരു പരീക്ഷാ ചോദ്യമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പരീക്ഷ എങ്ങനെയായിക്കോട്ടെ ചോദ്യ പേപ്പർ നോക്കിയിട്ടതാ ഇതെങ്ങനെ എഴുതും എന്ന് വിചാരിച്ചാരും ഇരിക്കരുത്. ചോദ്യം 1-2 തവണ വായിച്ചു നോക്കുക, അതിനുശേഷം നിങ്ങൾ ഉത്തരം എഴുതാനൊരു ശ്രമം നടത്തുക കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ടെൻഷനുള്ള, അല്ലെങ്കിൽ എല്ലാവരും എന്താണ് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം പലപ്പോഴും പല കോമൻസിലും ടീച്ചറോട് ചോദിച്ചതാണ്. ഇനിയിപ്പോൾ ഉപന്യാസം എന്നൊക്കെ പറഞ്ഞു വന്നാൽ എന്താ എഴുതുക? ഒരു കോമൺ ആയിട്ടുള്ള ഒരു വിഷയം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപന്യാസം എഴുതുന്നത്. ലഘു ഉപന്യാസം, വലിയ ഉപന്യാസമല്ല, ലഘു ഉപന്യാസം അടിപൊളിയായിട്ട് എഴുതേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ടീച്ചർ ഷോർട്ട് വീഡിയോയിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഉപന്യാസം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സൈലത്തിലെ അടിപൊളി ഓൺലൈൻ ബാച്ചുകൾ, ട്യൂഷൻ ബാച്ചുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയോ അല്ലേ? എല്ലാ ക്ലാസ്സിനും, 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8, 9, 10, +1, +2, നീറ്റ്, ജെഇ അല്ലേ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, എൻട്രൻസ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഏത് ക്ലാസ് ആണ് വേണ്ടത് നോക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് 4ാം ക്ലാസ്സിലുള്ള മക്കൾക്ക് ഒരു വർഷത്തേക്ക് 2499 രൂപയാണ് ഫീസ് വരുന്നത്. അത് നോർമൽ പ്രൈസ് ആണ്. പക്ഷേ ചില പ്രത്യേക അവസരങ്ങളിൽ, ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ 10% ഓഫർ ഉണ്ടായിരുന്നു. അതിന് സ്പെഷ്യൽ കൂപ്പൺ കോഡൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്താൽ 10% ഓഫറോട് കൂടി നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ ക്ലാസ്സിൻ്റെയും ഓൺലൈൻ ബാച്ചുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും വീണ്ടും റിവിഷൻ, പഠിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മളൊന്ന് പഠിച്ചു നോക്കും, എക്സാമുകൾ നടത്തും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പഠിച്ച കാര്യത്തിനൊരു കോൺഫിഡൻസ് വരികയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു നോക്കുക, കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള ഓഫറുകൾ എന്നൊക്കെ അറിയാം, എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി പറയാനുള്ളത്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. നമുക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പോൾ സൈലത്തിൻ്റെ ഒക്കെ ക്ലാസ് കഴിഞ്ഞാൽ, ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, അതിൻ്റെ നോട്ട്സ് കിട്ടണമെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലേ പറ്റുള്ളൂ. അതിന് ഫ്രീ ആണ്. വെറുതെ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ നമ്മുടെ എല്ലാ ക്ലാസ്സിൻ്റെയും ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ജോയിൻ എന്ന് പറയുന്നത്, ഫോർ ഫ്രീ നോട്ട് എന്ന് പറയുന്ന അതിലൊന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഞാൻ എന്ത് പറഞ്ഞു തരാം, ഉപന്യാസം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു തരാം. മറന്നു പോകരുത്. ഇന്ന് ടീച്ചർ ഒരു ചോദ്യവുമായിട്ടാണ് വരുന്നതെങ്കിൽ, വരുന്ന മാരത്തോണുകളിലും ലൈവ് ക്ലാസ്സുകളിലൊക്കെ ടീച്ചർ മുഴുവനായിട്ടുള്ള പാഠങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ എല്ലാവരുടെ ലൈവുകളും കാണാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്? ഒരു ലഘു ഉപന്യാസമാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ, കാലം മാറുമ്പോൾ കോലവും മാറും എന്നാണല്ലോ ചൊല്ല്. കാർഷിക രംഗത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ കാർഷികം, നമുക്ക് കേരളത്തിന് മനോഹരമായ ഒരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് കൃഷിയിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മനോഹരമായ ഒരു തുടക്കം, ആമുഖം, നല്ലൊരു ആമുഖം, ഹെഡിങ്ങും കൊടുക്കാം കേട്ടോ. ആമുഖം എന്ന് പറഞ്ഞാൽ എന്താ, അടിപൊളി, നല്ല കോട്ട്സ് ഒക്കെ വെച്ചിട്ടൊക്കെ തുടങ്ങാം. പിന്നെ ആശയം എഴുതുക, അത് ഖണ്ഡിക തിരിച്ചിട്ടൊക്കെ എഴുതുക. അതായത് പാരഗ്രാഫായിട്ട് നമ്മൾ ഖണ്ഡിക തിരിച്ചിട്ടാണ് എഴുതേണ്ടത്. പിന്നെയോ
പിന്നെ നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്താം. സ്വഅഭിപ്രായം, സ്വന്തം അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടൊക്കെ എഴുതാം. പിന്നെ സമയം, പരീക്ഷയ്ക്ക് ആവുമ്പോൾ ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല, അതിനനുസരിച്ച് സമയപരിധിക്കുള്ളിൽ അത് തീർക്കണം. പിന്നെ വേണ്ടത് ഉപസംഹാരമാണ്. ഉപസംഹാരത്തില് എൻഡിങ് ആണ് കേട്ടോ. എൻഡ്, ഉപസംഹാരം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻഡ്. ഞാൻ മനസ്സിലാവാത്തതുകൊണ്ട് ഇവിടെ എഴുതാം. ആമുഖം എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കമാണ് അല്ലെ, സ്റ്റാർട്ടിങ് ആണ്. സ്റ്റാർട്ടിങ് എങ്ങനെ നന്നായിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഉപന്യാസം അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പ്രസംഗമാണ്, കുറിപ്പാണെങ്കിലും ഇതുമായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടൊക്കെ എഴുതാട്ടോ. 2 രീതിയിലൊക്കെ ടീച്ചർ തരുന്നുണ്ട്. നമ്മളെ മാരത്തോൺ ക്ലാസ്സുകളിലൊക്കെയാണ് കൂടുതൽ പറയാ. ഇന്നൊരു ചോദ്യമാണെങ്കിൽ അതിൽ മുഴുവൻ പാഠങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നോക്കൂ, കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ഒരു സംസ്കാരമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. നിലമൊരുക്കുന്നതും വിത്ത് വിതയ്ക്കുന്നതും കള പറിക്കുന്നതും കൊയ്യുന്നതുമെല്ലാം ആഹ്ലാദത്തിന്റെയും പ്രതീക്ഷയുടെയും അനുഭവമായിട്ടായിരുന്നു അക്കാലത്ത് മനുഷ്യർ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വയലുകളും തോപ്പുകളും മലകളൊന്നുമില്ല. അധ്വാനിക്കാൻ മടിക്കുന്ന കേരളീയർ അരിക്കും പച്ചക്കറിക്കുമൊക്കെ മറ്റ് സംസ്ഥാനത്തെയാണ് ആശ്രയിക്കുന്നത് അല്ലേ. പിന്നെയോ കൃഷിക്കും കർഷകർക്കും അർഹിക്കുന്ന പ്രാധാന്യം ഇന്നത്തെ സമൂഹം നൽകുന്നില്ല. സിമ്പിളായിട്ട് എഴുതിയാൽ മതി. കൃഷിയും കർഷകരും ഉണ്ടെങ്കിലേ മനുഷ്യ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നില്ല. ഇവരൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കും നിലനിൽപ്പുള്ളൂ അല്ലേ. നെൽകൃഷി ഇല്ലാത്തതിനാൽ ഇക്കാലത്ത് നെല്ല് സംഭരിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതിനാൽ പത്തായങ്ങളും ഇല്ലാതായി. കുന്നുകളിൽ നിന്നുള്ള മണ്ണിട്ട് വയലുകൾ നികത്തുന്നത് കൊണ്ട് വയലുകളും ഇന്ന് അപ്രത്യക്ഷമായി. അല്ലെ, കുന്നൊക്കെ ഇടിച്ചിട്ട് വയൽ കൊണ്ടിടാം, അവിടെ നിന്നിട്ട് ഫ്ലാറ്റും ഇതൊക്കെ പണിയാണ് അല്ലേ. കാലം മാറുമ്പോൾ കോലവും മാറുമെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും കൃഷിയെ ഗൗരവമായി തന്നെ എടുക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ ചെറുതെങ്കിലും ഒരു കുഞ്ഞു തോട്ടമെങ്കിലും നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് എന്ന ചിന്ത ഓരോരുത്തരുടെയും ഉള്ളിൽ നിലകൊള്ളേണ്ടതുണ്ട് എന്നും പറഞ്ഞ് നമുക്ക് നിർത്താം. ഇത് ചുരുങ്ങിയ വാക്കുകൾ, ലഘു ആയതുകൊണ്ടാണ് ഇത്ര. പക്ഷേ കൂടുതൽ എഴുതാൻ പറ്റുന്നവരെന്ത് ചെയ്യുക, കൂടുതൽ എഴുതുക. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ തന്നെ ഒരു എ ഗ്രേഡിന്റെ ഒരു പോയിന്റിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോ മനോഹരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സുകൾ കാണാം. കൃത്യമായിട്ടും ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ നമുക്കിനി ഒന്നിച്ച് പഠിക്കാം. ഓക്കേ, എല്ലാവരും സെറ്റല്ലേ? ഞാൻ പറഞ്ഞത് മറന്നു പോകരുത്. നമ്മുടെ ബാച്ചിൽ കയറുക. ബാച്ചിൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ, ടീച്ചർ നേരത്തെ കാണിച്ചു തന്ന ഈ നമ്പറിലൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ആ നമ്പറിൽ ചോദിച്ച് തീർക്കാവുന്നതാണ്. ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാ ക്ലാസ്സിനും ഉണ്ട്. ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയുക. 8ലും 9ലും 10ലും +1 +2 നീറ്റും ജെയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുന്നു. ഒപ്പം ലൈവ് ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മൾ ക്ലാസ്സൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.